ഇതാണ് ഹരിയർ ഫിലിം സിറ്റി. ഇവിടുന്നാണ് നമ്മള് ആസിഫ് അലിന്റെ കിഷ്കിന്ത എന്താണ് കാണ്ഡം കിഷ്കിന്ത കണ്ടം എന്താണ് എന്ത് കണ്ടാണ് 12 മണിക്ക് കേട്ടോ ഇതാക്കണേ. 12 മണിക്കുള്ള ഷോ ആണ്, 2 മണിക്കാണിത്. ഇനി എല്ലാരും കാണട്ടെ ജോലി. ഇനി നിക്കട്ടോ ഷഫീക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അവരെ പറയണേ. പടം കുഴപ്പമില്ല, കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആക്കി. പിന്നെ അധികം ഉറക്കമൊന്നും വന്നില്ല. പക്ഷെ നമ്മള് വിചാരിച്ച അത്രയൊരു എക്സ്പെക്ടേഷന്റെ അത്രക്ക് പടം എത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. റേറ്റിംഗ് നമ്മള് ലാസ്റ്റ് അല്ലേ ഇടാ. പക്ഷെ കുഴപ്പമില്ല. എന്നാലും 12 മണിക്ക് വന്ന് ടിക്കറ്റ് എടുത്ത് കാണേണ്ട പടം ഒന്നല്ല, മൊബൈലിലൊക്കെ കാണാൻ മതിയോ. എന്നാലും ഇപ്പൊ ഇനി വന്ന് കണ്ടില്ല, അപ്പൊ ഇനി അങ്ങനെ കാണാം. റേറ്റിംഗ് എന്തായാലും ലാസ്റ്റ് പറയാം. എന്തിപ്പോ പറയാനാ, ഒക്കെ ഉറക്കൊഴിച്ച് പോന്നിക്കാണ് പടം കാണാന്. ഓരോരുത്തർ അപ്പുറത്തെ സീറ്റിൽ ഇപ്പുറത്തെ സീറ്റിൽ കടന്നു ഉറങ്ങുക. ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയത്. ഞാൻ 1 മിനിറ്റ് ഉറങ്ങിയിട്ടില്ല. അല്ല, മലയാള പടങ്ങള് ചിലത് ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. കിഷ്കിന്താകാന്ഡം അതിൽ പെട്ടൊരു പടമാണ്. മറ്റുള്ള പടങ്ങളെ പോലെയല്ല, വേറൊരു സ്റ്റോറിയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്റ്റോറി അല്ല. പടം കാണുമ്പോഴും ഉള്ള എക്സ്പെക്ടേഷൻ അല്ല പടം എൻഡ് ചെയ്യുമ്പോൾ വരുന്നത്. നല്ലതാ. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, വിഷ്വൽസ്, സംഭവങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയണോ? ഇതാണ് ഞങ്ങളെ വീഡിയോ കണ്ട് വിജയിച്ചില്ലേ അവസാനം വീഡിയോയിലൊക്കെ. പടം നല്ല പടം തന്നെയാണ് കിഷ്കിന്താകാന്ഡം. പക്ഷെ അതിന്റെ പേര് ഇപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് അതിന്റെ മീനിങ്. ആരെങ്കിലും അറിയാണെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയണം. ഞാൻ ഏതായാലും കമന്റ് വായിക്കും അല്ലേ. ഒരു പോസിറ്റീവ് പറയും. പോസിറ്റീവ് പറഞ്ഞ ആസിഫ് അലിന്റെ അഭിനയം. ഞങ്ങള് ചെറുപ്പം മുതലേ ആസിഫ് അലി ഫാൻസാ. ആസിഫ് അലി ചേർക്കാനും ആസിഫ് അലിന്റെ ഫസ്റ്റ് പടം മുതലേ മാത്രല്ലേ അഭിനയം കൊണ്ട് വിജയരാഘവൻ. അത് അഭിനയം അടിപൊളിയായി, നല്ല ക്യാരക്ടർ. ആ റോള് ഭയങ്കരമായി. പക്ഷെ ആസിഫ് അലി നമ്മളെ പറ്റിച്ചു ശരിക്കും. അപ്പൊ പടം നല്ല പടം, എനിക്കിഷ്ടായൊരു പടമാണ്. അതില് അഭിനയം എടുത്തു പറയേണ്ടത് വിജയരാഘവൻ തന്നെയാണ്. കിടിലം അഭിനയം എന്ന് പറഞ്ഞാൽ കിടിലം അഭിനയം. ആസിഫ് അലി മോശമൊന്നുമില്ല. എന്തായാലും നല്ലൊരു സബ്ജക്ട്, നല്ലൊരു ത്രില്ലിംഗ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് രസമായി. എന്തായാലും കിടിലം പടം. പോസിറ്റീവിന് നല്ല പടം. എല്ലാ ഭാഗം കൊണ്ടും നല്ല പടമാണ്. ഇപ്പോ ഇതായാലും DOP ആയാലും സ്ക്രിപ്റ്റ് ആയാലും ആക്ടിങ് ആയാലും കറക്റ്റ് കാസ്റ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല പടം. അപ്പൊ ഇല്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓൾക്ക് കിഷ്കിന്താകാന്ഡം ഇതുവരെ കിട്ടിയിട്ടില്ലതാ. പിന്നെ നല്ലൊരു അടിപൊളി മൂവി, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇതിന്റെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ സെർച്ച് ചെയ്തപ്പം ഹനുമാനായിട്ട് വാൽമീകി രാമായണമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു സംഭവം. അതെ, സെർച്ച് ചെയ്ത് കിട്ടിയ. പിന്നെ നല്ലൊരു പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായി ഇഷ്ടപ്പെട്ടു. സ്ക്രിപ്റ്റ് ആണെങ്കിലും എന്താ പറയാ, വെറൈറ്റി ആയി. നമുക്ക് 1-2 ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ഓർമ്മയിൽ വന്നു. പിന്നെ അഭിനയം പറയുകയാണെങ്കിൽ വിജയരാഘവൻ കിട്ടില്ല, അടിപൊളി. റേറ്റ് ലാസ്റ്റ് പറയാം അല്ലേ? റേറ്റിംഗ് ഓക്കെ, റേറ്റിംഗ് മഞ്ചേരി എന്ന് പറയുന്നത്. അടുത്തതായി ഷഫി. ഫൈനലി ഇതെന്താ വെച്ചാലേ, നമ്മള് കാണാത്തൊരു സബ്ജക്റ്റ് എന്റെ ഒരു ഫീൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് മുതലേ പടം എന്താ വെച്ചാൽ ഇങ്ങനെ കൊണ്ടുപോയി ഫസ്റ്റ് ഹാഫിലാണ് നിർത്തി. പക്ഷെ സെക്കൻഡ് ഹാഫ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമാണ്. കാരണം പടം ഇങ്ങനെ കൊണ്ടുപോയിങ്ങാണ്ട് ഹൈ ലെവലില് ത്രില്ലിന്റെ പീക്ക് ലെവലിലാണ് നിർത്തിയിരുന്നത്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു ഇത്. പിന്നെ ഇതിന്റെ റൈറ്റർ ഒരു സമ്മതിക്കണം, എന്തായാലും മലയാളത്തിൽ ഒരു പുതിയ സബ്ജക്ട് കിട്ടും ചെയ്തത്. കുറെ ഇംഗ്ലീഷ് പടവും കൊറിയൻ പടവും അതൊക്കെ കണ്ട് അവരെ മിടുക്കുക ഉണ്ടാകുന്ന അവരെ മിടുക്കുക. കാരണം അവന്റെ ഭാവനയില് ഇല്ലല്ലോ, അനക്കുണ്ടാക്കാനും പറ്റില്ലല്ലോ. ഇത് കട്ടിയോ ഭാഗം?
പക്ഷെ നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ ഇതിന്റെ മേക്കിംഗ് കൊണ്ടും, പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ടത് വിജയരാഘവന്റെ അഭിനയം. പിന്നെ ഹൗസ്ഫുൾ ആട്ടോ. ഹൗസ്ഫുൾ. നമ്മൾ 12 മണിക്കൂടെ ഷോ തുടങ്ങിയിട്ടും പടം ഹൗസ്ഫുള്ളാണ്. സമീറ ഇനി മൈക്ക് ആൻഡ് സമീറിന് കൈമാറുകയാണ്. പടത്തിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗിങ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് വളരെ ഇൻട്രസ്റ്റിംഗും ത്രില്ലിംഗും ആയിരുന്നു. That's all. ശനി ഇവനൊക്കെ ശനി രണ്ട് വാക്ക് നമ്മളൊക്കെ വന്നവര് എല്ലാരും പടം കുഴപ്പമില്ല. ആസിഫ് അലി നമ്മളെ പുള്ളിപ്പാടത്ത് ആദ്യത്തെ ആസിഫ് അലി അഭിനയം അല്ലെ, അഭിനയം അടിപൊളിയായി. വിജയരാഘവന് ആസിഫ് അലി അഭിനയം അടിപൊളിയായി. പിന്നെ നമ്മള് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പടം കൊണ്ടുപോയി. എന്റെ മാർക്ക് പറയാം, 10 പറയാം. 10 8 കൊടുക്കാം. 7.5. റേറ്റിംഗ് പറയും. ഒരു 8.2 ഔട്ട് ഓഫ് 10. 8.2 ഔട്ട് ഓഫ് 10. മാർക്ക് പറയും. പിന്നെ ഇവന് പറ്റിയുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമകൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം 12ക്ക് ശേഷം പടം കാണുക അല്ലെ. അല്ലെങ്കിൽ ചിലപ്പോ നല്ല പടങ്ങൾ പോലും ബോറായിട്ട് തോന്നും. റേറ്റിംഗ് മോശം. ഞാനൊരു 6.5. നീ കൊടുക്കുന്ന ഇങ്ങനെ ഞാന് 9 ഔട്ട് ഓഫ് 10. 9 കൊടുത്തിട്ടുണ്ട്. 9. ഞാനൊരു 7. ഞാൻ പറയാനുള്ളത് ഞാന് ഒരു 7.7. അത് കൂട്ടാനുള്ളൊരു സുഖത്തിന് ഞാൻ 8 പറയുന്നു. എനിക്ക് ഇഷ്ടായിട്ട്. അതൊക്കെ ഒരു കറക്റ്റ്. വേറെ ഇനി എന്റെ റിവ്യൂ മോശം റിവ്യൂ പറയണം. എന്താണ് മോശം എന്ന് പറയണം. ക്യാമറമാനായിരുന്നു ഇത്രയും നേരം. 7.2 ഒക്കെ ഉണ്ട്. ഇഞ്ച റിവ്യൂ എന്താ? എനിക്ക് പടം ഞാൻ പൊതുവെ സിനിമകളുടെ ട്രെയിലർ ഒന്നും കാണില്ല. പക്ഷെ ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായതാണ്. അതൊന്ന് 12 മണിക്ക് വന്നത്. പക്ഷെ എനിക്ക് ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷനും തരാത്തൊരു സിനിമയാണ്. എന്താണ് പേര്? എന്തോ ഒരു കിഷ്കിണ്ട കാണണ്ട. അപ്പൊ എനിക്കൊട്ടും ഇഷ്ടമായില്ല പടം. പക്ഷെ എന്നാലും പ്രകടനം കൊണ്ട് ആസിഫ് അലിയും മുണ്ടല്ലടാ. പ്രകടനം കൊണ്ട് ആസിഫ് അലിയും വിജയരാഘവനും അടിപൊളിയായി. നല്ല പ്രകടനമാണ്. അതുപോലെ ക്യാമറ വർക്ക്സ്, BGM ഒക്കെ ഒരു എന്താ ഉണ്ട്. പക്ഷെ എനിക്ക് ആ സിനിമയുടെ ടോട്ടലി നമ്മൾ അത്രയും നേരം തിയേറ്ററിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ, അത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനുള്ളൊരു റിസൾട്ട് ഒന്നും ഈ പടം, അല്ലെങ്കിൽ നമ്മളൊരു മൊബൈലിൽ കണ്ട് മറക്കാൻ പറ്റുന്ന ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് എന്റെ റേറ്റിംഗ് 6. എടാ ഇനി ഒരാൾ ഫോൺ എടുക്കും, ഒരാള് കണക്കൂട്ടിക്കാണേ. അല്ല ഇതലക്കുന്നു കേട്ടോ. 7.7 9 പ്ലസ് 6.5 പ്ലസ് 7 പ്ലസ് 7.5 പ്ലസ് 8 പ്ലസ് 6. 67.9 ഞാൻ ഇക്കൈനെ അപ്പൊ നമ്മളെ ഇങ്ങോട്ട് ഞാനാണ് മൈക്കും ചെറുതാണ്. അപ്പൊ നമ്മളെ 7.5 9 ആളില് 7.5 ആണ്. അപ്പൊ ഏകദേശം ഒരു ആവറേജ് അഭിപ്രായം അല്ലേ. പക്ഷെ ഞാൻ പറയട്ടെ, തിയേറ്റർ മൊത്തം ഫുള്ളാട്ടോ എല്ലായിടത്തും. ഇതിനും